കളം നിറഞ്ഞ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ കളങ്കാവൽ നാളെ റിലീസിനെത്തുകയാണ്. വേൾഡ് വൈഡ് നാളെ റിലീസാണ്. കേരളത്തിലെ എല്ലാ ഷോകളും 9:30-ക്കാണ് തുടങ്ങുന്നത്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് ബോക്സ് ഓഫീസ് വിജയത്തിനെക്കാട്ടിൽ കൂടുതൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന്റെ അഭിനയ പ്രതിഭ എങ്ങനായിരിക്കും അദ്ദേഹം വില്ലനിസം ചെയ്യുന്നത്, ഏത് ടൈപ്പ് വില്ലനാണെന്ന് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ശരിക്കും ഉണ്ട്. കാരണം ഇതിന്റെ പ്രീസെയിൽ ബുക്കിംഗ് തന്നെ ഇങ്ങനെയുള്ള ജോണർ പടത്തിന് കിട്ടുന്ന അത്യാവശ്യം നല്ല ബുക്കിംഗ് ആണ്. കാരണം പത്രത്തിൽ പോലും ഒരു പരസ്യമില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള പരസ്യമൊക്കെ വെച്ചുകൊണ്ട് ബുക്ക് ചെയ്തതായിരിക്കാം. എന്തായാലും അത്യാവശ്യം നല്ല പ്രീസെയിൽ കളക്ഷനാണ്, പ്രീസെയിൽ ബുക്കിംഗ് ആണ് പടത്തിന് കിട്ടിയത്. നല്ല അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ, ഗംഭീരമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മമ്മൂട്ടി പടത്തിന് നല്ലപോലെ ആൾക്കാർ കയറത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. ഒരു ആവറേജ് എന്നോ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പടം അവിടെ വീണെന്നുള്ളത് സത്യമാണ്. ഗംഭീരം എന്ന് എല്ലാവരും പറയുവാണെങ്കിൽ മാത്രം കയറും. എന്നാൽ ഇത് പടം കാണാനുള്ള ആവേശം മമ്മൂട്ടിയുടെ ഈ പ്രത്യേകതരം വില്ലനിസം. വിജയനാഥ വില്ലനല്ല, നമ്മുടെ പാലേരിമാണിക്കകത്തെ അഹമ്മദ് ഹാജി ആയിരിക്കത്തില്ല. അന്നേരം ഏതാണ്, പുഴുവിനകത്തെ വില്ലനാണോ, ഭ്രമയുഗത്തിനകത്ത് കണ്ട രീതിയാണോ, എല്ലാത്തിൽ നിന്നും ഒരു ആ മാനറിസങ്ങൾ കാണാനും വിനായകൻ എന്ന് പറഞ്ഞ നടന്റെ നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ് അഭിനയമൊക്കെ കാണാനാണ് ആൾക്കാർ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ല ത്രില്ലർ കൂടെ കിട്ടിയാൽ ഇത് നല്ലൊരു ബിരിയാണി ആയിരിക്കും, അത് ഉറപ്പാണ്. നല്ല ഉഷാറായി പടം ഓടുന്നുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല സിനിമാറ്റോഗ്രാഫി എല്ലാം കൂടെ ഒത്തു വന്നാൽ, ഡയറക്ഷൻ എല്ലാം കൂടെ ഒത്തു വന്നാൽ 2 മണിക്കൂർ 19 മിനിറ്റ് ഉള്ളൂ. 2.25 മണിക്കൂർ കൂട്ടിയാൽ മതി. വലിയ സ്ലോ പേസ് സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പടപടപടാന്ന് പോകുന്നൊരു സിനിമയാകാനുള്ള ചാൻസ് കുറവായിരിക്കും. അത് ആ സിനിമയ്ക്ക് അനുയോജ്യമായ കഥയ്ക്കനുസരിച്ചായിരിക്കും. പക്ഷെ ലാഗ് അടിക്കാതെ നല്ല വൃത്തിയായിട്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞാൽ, കുഴപ്പമില്ലാതെ നല്ല ഗംഭീരമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ സിനിമ മമ്മൂട്ടിയുടെ ഒരു നല്ല സിനിമയാകും എന്നുള്ളത് സംശയം വേണ്ട. ഗംഭീര സിനിമയും ഗംഭീര പടവുമായിരിക്കും. ബോക്സ് ഓഫീസിൽ ഗംഭീര ആണെന്ന് കേട്ടാൽ അത്യാവശ്യം നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. നാളെ മുതൽ കളം നിറഞ്ഞ് ആടട്ടെ കളങ്കാവലെന്ന് നമുക്ക് ആശംസിക്കാം.